ലോകരാഷ്ട്രീയം തികച്ചും പ്രവചനാതീതമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ഒരു വശത്ത് താലിബാന്റെ 5ാം വാർഷികത്തിൽ പാകിസ്ഥാൻ അഫ്ഗാൻ ബന്ധം അതിർത്തി ഏറ്റുമുട്ടലുകളിലേക്ക് തകർന്നടിയുമ്പോൾ ഇന്ത്യ പ്രായോഗിക നയതന്ത്രത്തിലൂടെ കാബൂളിൽ സ്വാധീനമുറപ്പിക്കുന്നു. മറുഭാഗത്ത് ചൈനയുടെയും പാകിസ്ഥാന്റെയും കൂട്ടുകെട്ട് അറേബ്യൻ കടലും ആഫ്രിക്കൻ കൊമ്പായ സൊമാലിയയും ലക്ഷ്യമിടുമ്പോൾ യുക്രൈൻ അതിർത്തിയിൽ 10 പുതിയ രഹസ്യ ഡ്രോൺ ബേസുകൾ തുറന്ന് റഷ്യ യൂറോപ്പിനെ മുൾമുനയിൽ നിർത്തുകയാണ്. അതേസമയം പശ്ചിമേഷ്യയിൽ ഇസ്രായേൽ മന്ത്രി ബെൻഗ്വീറിന്റെ വംശീയ പ്രസ്താവനകളും ട്രംപിന്റെ 60 ദിന ഇറാന്റെ അന്ത്യശാസനത്തിന്റെ സങ്കീർണതകളും ലോകത്തെ ആകെ അനിശ്ചിതത്വത്തിലാക്കുന്നു. അന്താരാഷ്ട്ര തലത്തിൽ സംഭവിക്കുന്ന ഈ നിർണായക സംഭവങ്ങളും യാഥാർത്ഥ്യങ്ങളും വിശദമായിട്ട് പരിശോധിക്കാം. വെൽക്കം ടു ലൂക്ക. അങ്ങനെ ലോകം മുഴുവൻ ഉറ്റുനോക്കിയിരുന്ന ആ 60 ദിവസത്തെ ഡെഡ് ലൈൻ അവസാനിച്ചു. ഡൊണാൾഡ് ട്രംപ് നൽകിയ അന്ത്യശാസനം, അമേരിക്കയും ഇറാനും തമ്മിലുള്ള ജൂൺ 17 കരാർ. എല്ലാവരും കരുതിയത് ഈ ഓഗസ്റ്റ് 17 സമാധാനം വരും, അല്ലെങ്കിൽ കാര്യങ്ങൾക്കൊരു തീരുമാനമാകും എന്നാണ്. പക്ഷേ റിസൾട്ട് എന്താണ്? ഡെഡ് ലോക്ക്. യുദ്ധം തീർന്നിട്ടില്ല. വാഷിംഗ്ടണും ടെഹ്റാനും ഇന്നും ഇപ്പോഴും പഴയതുപോലെ തന്നെ കൊമ്പ് കോർക്കുകയാണ്. ട്രംപ് പറഞ്ഞ ഡെഡ് ലൈൻ വെറും വാക്കായി മാത്രം മാറിയെന്നല്ലാതെ ഗ്രൗണ്ടിൽ ഒരു മാറ്റവുമില്ല. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ട്രംപിന്റെ പ്ലാൻ പാളിയതാണോ? ഇറാൻ എന്താണ് അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത്? സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസിലെ പ്രശ്നങ്ങൾ നമ്മളെ, ഇന്ത്യയെ എങ്ങനെ ബാധിക്കും? പരിശോധിക്കാം. ആദ്യം തന്നെ കാര്യം വ്യക്തമാക്കാം. ജൂൺ 17 അമേരിക്കയും ഇറാനും തമ്മിൽ 60 ദിവസത്തെ ഒരു താൽക്കാലിക ആശ്വാസ കരാറിൽ ഒപ്പിടുന്നത്. 2 മാസത്തിനുള്ളിൽ 3 പ്രധാന കാര്യങ്ങളിൽ തീരുമാനത്തിൽ എത്തണമെന്നായിരുന്നു ട്രംപ് ഭരണകൂടത്തിന്റെ ലക്ഷ്യം. ഒന്നാമതായിട്ട് ഈ ഒരു യുദ്ധത്തിനൊരു സ്ഥിരമായ വിരാമമിടുക. രണ്ടാമതായി ഇറാന്റെ ന്യൂക്ലിയർ പ്രോഗ്രാമിന്മേൽ കർശനമായ നിയന്ത്രണം കൊണ്ടുവരിക. മൂന്നാമതായിട്ട് ആഗോള എണ്ണക്കടത്തിന്റെ ജീവനാഡിയായ സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് പൂർണ്ണമായും തുറന്നു നൽകുക. ഈ ഓഗസ്റ്റ് 17 എത്തുമ്പോൾ ഈ 3 കാര്യങ്ങളിലും തീരുമാനമാകുമെന്നാണ് പ്രതീക്ഷിച്ചത്. എന്നാൽ ഇപ്പോൾ ദിവസം വന്നു ചേർന്നു. കരാർ നീട്ടാനോ സമാധാനപരമായ ഒരു എഗ്രിമെന്റിൽ എത്താനോ ഒന്നും ഇരുവിഭാഗത്തിനും സാധിച്ചിട്ടില്ല. അത്രമാത്രം ഭിന്നതയിലാണ് 2 രാജ്യങ്ങളും. എന്തുകൊണ്ടാണ് 60 ദിവസം ഉണ്ടായിട്ടും ഇതൊരു വിജയത്തിലെത്താതിരുന്നത്? കാര്യം സിമ്പിളാണ്. ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ്. ഇതാണ് ഇരു കൂട്ടരുടെയും നിലപാട്. അങ്ങോട്ടുമില്ല, ഇങ്ങോട്ടും വിട്ടുകൊടുക്കില്ല. സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് ബ്ലോക്കേഡ് ഉണ്ട്. ഇറാൻ പറയുന്നത് തങ്ങൾക്ക് മേലുള്ള സാമ്പത്തിക ഉപരോധം പൂർണ്ണമായും പിൻവലിക്കുകയും ഫ്രീസ് ചെയ്ത സകല അസറ്റുകളും വിട്ടു നൽകുകയും ചെയ്താലേ ഹോർമുസിലൂടെയുള്ള കപ്പൽ ഗതാഗതം പൂർണ്ണമായി അനുവദിക്കൂ എന്നാണ്. എന്നാൽ അമേരിക്ക പറയുന്നത് ആദ്യം ഇറാൻ ബ്ലോക്കേഡ് മാറ്റട്ടെ, എന്നിട്ടാകാം ഉപരോധം മാറ്റുന്നത് എന്നാണ്. അപ്പോൾ ആരാണ് ആദ്യം വിട്ടുവീഴ്ച ചെയ്യുക എന്നതിൽ തർക്കം തുടരുന്നു. ഇനി ന്യൂക്ലിയർ ഡീൽ നോക്കുമ്പോൾ ഇറാന്റെ ആണവ നിലയങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ പേപ്പറിൽ മാത്രം ഒതുങ്ങുകയാണ്. പ്രാക്ടിക്കലായിട്ട് ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ല. ഇനി ഇറാന്റെ പുതിയ നിലപാട് നോക്കുമ്പോൾ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി അടുത്തിടെ ഒരു കാര്യം വ്യക്തമാക്കി. ഇതൊരു താൽക്കാലിക വെടിനിർത്തലല്ല, യുദ്ധത്തിന്റെ മറ്റൊരു പുതിയ ഘട്ടമാണ്. അവർ ട്രംപിന്റെ 60 ദിന ഡെഡ് ലൈന് യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല എന്നതാണ് സത്യം. ഇതിനിടയിലാണ് ഡൊണാൾഡ് ട്രംപ് തന്റെ പുതിയൊരു പ്ലാൻ വെളിപ്പെടുത്തിയത്. ട്രംപ് പറയുന്നത് സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് അമേരിക്കയുടെ ടെറിട്ടറിയായി പ്രഖ്യാപിക്കാൻ പോകുന്നു എന്നാണ്. അതായത് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്റർനാഷണൽ വാട്ടർവേസിൽ ഒന്നിനെ മുൻപിൻ നോക്കാതെ തങ്ങളുടെ നിയന്ത്രണത്തിലാക്കാൻ അമേരിക്ക ശ്രമിക്കുന്നു. എന്നാൽ ഇത് പ്രാക്ടിക്കൽ ആണോ എന്ന് ചോദിച്ചാൽ വൈറ്റ് ഹൗസ് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല. ഇറാൻ ഇതിനെ ശക്തമായി എതിർക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഗ്രൗണ്ട് റിയാലിറ്റി പരിശോധിച്ചാൽ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ നോക്കുമ്പോൾ ജൂലൈ അവസാനത്തിന് ശേഷം പരസ്യമായ മിസൈൽ ആക്രമണങ്ങൾ കുറവാണെങ്കിലും സൈനിക തലത്തിലല്ല, ഗെയിം ഓഫ് എൻഡ്യൂറൻസ് അഥവാ സാമ്പത്തികമായും രാഷ്ട്രീയമായും ആര് കൂടുതൽ കാലം പിടിച്ചു നിൽക്കുമെന്ന മത്സരത്തിലാണ് ഇരു രാജ്യങ്ങളും. അമേരിക്ക വീണ്ടും ഓയിൽ സാങ്ഷൻസും നാവിക ഉപരോധവും കടുപ്പിക്കുമ്പോൾ ഇറാൻ എണ്ണക്കടത്ത് തടസ്സപ്പെടുത്തി ആഗോള എണ്ണ വിപണിയെ സമ്മർദ്ദത്തിലാക്കുന്നു. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഡൊണാൾഡ് ട്രംപ് വെച്ച 60 ദിവസത്തെ ആ വലിയ ഡെഡ് ലൈൻ കഴിഞ്ഞു. പക്ഷേ യുദ്ധം അവസാനിച്ചതുമില്ല. ശരിക്കും ഒരു വല്ലാത്ത അവസ്ഥയിലാണ് മിഡിൽ ഈസ്റ്റ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഇനി രണ്ടാമത്തെ പോസിബിലിറ്റി എന്ന് പറയുന്നത് അമേരിക്ക ഇക്കണോമിക് പ്രഷർ കൂടുതൽ ശക്തമാക്കും. അപ്പോൾ ഇറാൻ അതിന് മറുപടിയായിട്ട് ഹോർമുസിലോ മറ്റു പ്രധാന റീജിയൻസിലോ പ്രഷർ കൂട്ടിയാൽ സിറ്റുവേഷൻ വീണ്ടും ഒരു മിലിറ്ററി എസ്കലേഷനിലേക്ക് പോകാം. ഇനിയും ഒരു സാധ്യതയുണ്ട്. മൂന്നാമത്തെ പോസിബിലിറ്റി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ നൈദർ വാർ നോ പീസ് സിറ്റുവേഷൻ, യുദ്ധവുമില്ല എന്നാൽ സമാധാനവുമില്ല, അങ്ങനെ തന്നെ നീണ്ടു നിൽക്കും. ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഈ സാമ്പത്തിക ഉപരോധങ്ങളും തർക്കങ്ങളും വീണ്ടും ഒരു നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് വഴി മാറുമോ? അതോ പശ്ചിമേഷ്യയിൽ എണ്ണവില വർധനവ് വഴി പുതിയൊരു ആഗോള സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമോ എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ആരാണ് ആദ്യം തളരുക? ആ ഉത്തരമാണ് ഇനി മിഡിൽ ഈസ്റ്റിന്റെ അടുത്ത അധ്യായം തീരുമാനിക്കുന്നത്.
2021 ഓഗസ്റ്റ് 15 ലോകം മുഴുവൻ ഞെട്ടലോടെ നോക്കി നിന്ന ആ ദിവസം. US സേന അഫ്ഗാനിസ്ഥാൻ വിട്ടതിന് പിന്നാലെ താലിബാൻ കാബൂൾ നഗരം പിടിച്ചെടുക്കുന്നു. അന്ന് ലോകത്തെ പ്രമുഖ രാഷ്ട്രങ്ങളെല്ലാം ഒരുപോലെ പറഞ്ഞു, ഇനി അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാന്റെ ഒരു പപ്പറ്റ് സ്റ്റേറ്റ് ആയി മാറും, ഇന്ത്യക്ക് അവിടെ ഇനി ഒരു ഇഞ്ച് മണ്ണില്ല എന്നൊക്കെ. എന്നാൽ 5 വർഷങ്ങൾക്കിപ്പുറം 2026 എത്തി നിൽക്കുമ്പോൾ ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങളാണ് പശ്ചിമേഷ്യയിലും സൗത്ത് ഏഷ്യയിലും സംഭവിക്കുന്നത്. താലിബാനെ സ്വന്തം നിഴലാക്കാൻ നോക്കിയ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ അതിർത്തിയിൽ റോക്കറ്റുകളും ബോംബുകളും വർഷിക്കുകയാണ്. മറുഭാഗത്തോ ഒരിക്കൽ അകന്നു നിന്ന് ഇന്ത്യയുമായിട്ട് കാബൂൾ കൈകോർക്കുകയാണ്. ഡൽഹിയിൽ താലിബാൻ വിദേശകാര്യമന്ത്രി നേരിട്ടെത്തി കൈകൊടുക്കുന്നു. എങ്ങനെയാണ് ഈ 5 വർഷം കൊണ്ട് ഇസ്ലാമാബാദിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിയത്? താലിബാനുമായിട്ട് ഇന്ത്യ കളിച്ച തന്ത്രപ്രധാന ജിയോ പൊളിറ്റിക്കൽ ചെസ് ബോർഡ് എഞ്ചിൻ എന്തായിരുന്നു നോക്കാം. 2021 താലിബാൻ അധികാരത്തിൽ വന്നയുടൻ ഇന്ത്യ വളരെ കോഷ്യസ് ആയ നിലപാടാണ് എടുത്തത്. കാബൂളിലെ ഇന്ത്യൻ എംബസി താൽക്കാലികമായിട്ട് പൂട്ടി. താലിബാന് പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയായ ISIയുമായുള്ള പഴയ ബന്ധം തന്നെയായിരുന്നു പ്രധാന ആശങ്ക. പക്ഷേ അഫ്ഗാൻ ജനതയെ കടുത്ത പട്ടിണിയിലേക്കും സാമ്പത്തിക തകർച്ചയിലേക്കും തള്ളിയിടാൻ ഇന്ത്യ തയ്യാറായില്ല. ഇന്ത്യ പ്രയോഗിച്ചത് തങ്ങളുടെ ഏറ്റവും വലിയ ആയുധമാണ് ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ്, മാനുഷിക സഹായം. 10,000 മെട്രിക് ടൺ ഗോതമ്പ്, മരുന്നുകൾ, ദുരന്ത നിവാരണ സാമഗ്രികൾ എന്നിവ ഇന്ത്യ അഫ്ഗാനിസ്ഥാനിലേക്ക് അയച്ചു നൽകി. തൊട്ടു പിന്നാലെ കാര്യങ്ങൾ നിരീക്ഷിക്കാൻ കാബൂളിൽ ഒരു ടെക്നിക്കൽ മിഷൻ ഇന്ത്യ ആരംഭിച്ചു. ഈ കാത്തിരിപ്പിന് ഫലമുണ്ടായത് വളരെ ചരിത്രപരമായ വഴിത്തിരിവുകളിലൂടെയാണ്. ആദ്യം ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ S ജയശങ്കറും അഫ്ഗാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്താഖിയും ഫോണിൽ ചർച്ച നടത്തി. തുടർന്ന് ഐക്യരാഷ്ട്രസഭയുടെ യാത്രാ വിലക്കിൽ താൽക്കാലിക ഇളവ് ലഭിച്ചതോടെ മുത്താഖി ന്യൂഡൽഹിയിൽ നേരിട്ടെത്തി. ആ കൂടിക്കാഴ്ചയിൽ അഫ്ഗാൻ മണ്ണ് ഇന്ത്യക്കെതിരായ ഭീകരപ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാൻ അനുവദിക്കില്ല എന്ന് താലിബാൻ ഉറപ്പു നൽകി. പകരം അഫ്ഗാനിസ്ഥാനിലെ ഹോസ്പിറ്റലുകൾക്കും വികസന പദ്ധതികൾക്കും സാമ്പത്തിക സാങ്കേതിക സഹായം ഇന്ത്യ വാഗ്ദാനം ചെയ്തു. ഇന്ന് ഡൽഹിയിലെ എംബസിയിലും മുംബൈ, ഹൈദരാബാദ് കോൺസുലേറ്റുകളിലും താലിബാൻ നയതന്ത്രജ്ഞരെ ഇന്ത്യ അംഗീകരിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞു. ഇനി നമുക്ക് നാടകീയമായ മറുവശം പരിശോധിക്കാം. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ആഘോഷിച്ചത് പാകിസ്ഥാൻ ആയിരുന്നു. തങ്ങൾക്ക് അനുകൂലമായ ഒരു സ്ട്രാറ്റജിക് ഡെപ്ത് കിട്ടി എന്നായിരുന്നു ഇസ്ലാമാബാദിന്റെ വിചാരം. എന്നാൽ 5 വർഷം കഴിയുമ്പോൾ പാകിസ്ഥാന്റെ ഏറ്റവും വലിയ സുരക്ഷാ ഭീഷണിയായിട്ട് അഫ്ഗാനിസ്ഥാൻ മാറി. എന്താണ് ഇതിന് കാരണമെന്ന് ചോദിച്ചാൽ പ്രധാനമായും 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, TTP, തെഹ്രീക്-ഇ-താലിബാൻ പാകിസ്ഥാൻ. പാകിസ്ഥാനിൽ നിരന്തരം ബോംബ് സ്ഫോടനങ്ങളും സൈനിക ആക്രമണങ്ങളും നടത്തുന്ന TTP ഭീകരർക്ക് അഫ്ഗാനിസ്ഥാനിൽ സുരക്ഷിത താവളമുണ്ട് എന്നാണ് പാകിസ്ഥാന്റെ ആരോപണം. TTPക്കെതിരെ നടപടിയെടുക്കാൻ താലിബാൻ വിസമ്മതിക്കുന്നു. 2, ഡ്യൂറൻഡ് ലൈൻ. ബ്രിട്ടീഷുകാരുടെ കാലത്ത് വരച്ച പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഇടയിലുള്ള ഡ്യൂറൻഡ് ലൈൻ അതിർത്തിയെ അംഗീകരിക്കാൻ അഫ്ഗാനിസ്ഥാനിലെ ഒരു ഭരണകൂടവും തയ്യാറായിട്ടില്ല. താലിബാനും ഇതിനെ എതിർത്തു. ഫലം എന്തായിരുന്നു? അതിർത്തിയിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണങ്ങൾക്ക് തിരിച്ചടിയായിട്ട് താലിബാൻ സൈന്യം പാക് മണ്ണിലേക്ക് ഷെല്ലാക്രമണം നടത്തി. വ്യാപാര പാതകളും അതിർത്തി കവാടങ്ങളും നിരന്തരം അടച്ചിട്ടതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധവും സാമ്പത്തിക ഇടപാടുകളും പൂർണ്ണമായിട്ട് തകർന്നു. പാകിസ്ഥാൻ അതിർത്തി അടച്ചതോടെ അഫ്ഗാനിസ്ഥാനും ഇന്ത്യക്കും ഒരേപോലെ ലൈഫ് ലൈൻ ആയിട്ട് മാറിയത് ഇറാന്റെ ചാബഹാർ തുറമുഖമാണ്. പാകിസ്ഥാനെ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് അറബിക്കടൽ വഴി ഇറാനിലെ ചബഹാറിലെത്തി അവിടുന്ന് റോഡ്, റെയിൽ മാർഗം അഫ്ഗാനിസ്ഥാനിലേക്കും തുടർന്ന് സെൻട്രൽ ഏഷ്യൻ, മധ്യേഷ്യൻ രാജ്യങ്ങൾ, അതായത് കസാക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ പോലെയുള്ള സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളിലേക്കും ട്രേഡ് നടത്താൻ ഇന്ത്യക്ക് ചബഹാർ വഴിയൊരുക്കി. ഇന്ത്യയുടെ ആനുകൂല്യം നോക്കുമ്പോൾ പാകിസ്ഥാന്റെ തടസ്സങ്ങളില്ലാതെ സെൻട്രൽ ഏഷ്യൻ വിപണിയിലേക്ക് എത്താം. ഇനി താലിബാന്റെ ആനുകൂല്യം നോക്കുമ്പോൾ അന്താരാഷ്ട്ര ഉപരോധങ്ങൾ കാരണം സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്ന താലിബാന് ഇന്ത്യയെ പോലെ ഒരു വലിയ ഇക്കണോമിയെ സ്വന്തം വിപണിയുമായി ബന്ധിപ്പിക്കുന്നത് നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. ഇന്ത്യ താലിബാനുമായി ഈ ഒരു എൻഗേജ്മെന്റ് ഒക്കെ വർദ്ധിപ്പിക്കുമ്പോഴും ഒരു ചോദ്യം അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ഹ്യൂമൻ റൈറ്റ്സ്, പ്രത്യേകിച്ച് സ്ത്രീകളുടെ അവകാശങ്ങൾ, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം, സ്ത്രീകൾക്ക് ജോലി ചെയ്യാനുള്ള അവകാശം, പബ്ലിക് ഫ്രീഡം, ഇവയിൽ താലിബാൻ പോളിസിയിൽ വലിയ മാറ്റം ഉണ്ടായിട്ടില്ല. 2026 5-ാം വാർഷിക സമയത്തും UN ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻസ് എന്നിവ അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും അവസ്ഥയെക്കുറിച്ച് കടുത്ത ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. സ്ത്രീകളുടെ അവകാശങ്ങളും മനുഷ്യാവകാശ പ്രശ്നങ്ങളും ഇപ്പോഴും അഫ്ഗാനിസ്ഥാനിൽ വലിയ ചോദ്യചിഹ്നമായി നിലനിൽക്കുന്നുണ്ട്. പക്ഷേ റിയൽ പോളിറ്റിക്, പ്രായോഗിക രാഷ്ട്രീയം മുൻനിർത്തി സുരക്ഷയ്ക്കും പ്രാദേശിക സുസ്ഥിരതയ്ക്കും മുൻഗണന നൽകിക്കൊണ്ടാണ് ഇന്ത്യ ഈ ഒരു നയതന്ത്രം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 5 വർഷം മുമ്പ് കാബൂൾ വീണപ്പോൾ ലോകം കണ്ടത് താലിബാന്റെ വിജയമായിരുന്നു. ഇന്ന് 5 വർഷത്തിന് ശേഷം കാണുന്നത് അതിനേക്കാൾ വലിയൊരു ജിയോ പൊളിറ്റിക്കൽ ട്രാൻസ്ഫോർമേഷൻ ആണ്.
പാകിസ്ഥാൻ കരുതിയത് താലിബാൻ തങ്ങളുടെ സ്ട്രാറ്റജിക് അസറ്റ് ആകുമെന്നാണ്. പക്ഷേ ഇന്ന് ഇസ്ലാമാബാദിനും കാബൂളിനും ഇടയിൽ ബോർഡർ ക്ലാഷസ് ആണ്. ഇന്ത്യ താലിബാനെ ആദ്യം അകറ്റി നിർത്തി. പക്ഷേ ഇന്ന് കാബൂളിൽ ഇന്ത്യൻ എംബസി പ്രവർത്തിക്കുന്നു. ഹൈ ലെവൽ ടോക്സ് നടക്കുന്നു, ട്രേഡ് ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്, ഹ്യൂമാനിറ്റേറിയൻ കോപ്പറേഷൻ തുടരുന്നു. അഫ്ഗാനിസ്ഥാൻ ഓൾട്ടർനേറ്റീവ് കണക്ടിവിറ്റി തേടുന്നുണ്ട്. ചബഹാർ അതിൽ ഒരു പ്രധാന ഗേറ്റ്വേ ആയി മാറുന്നു. പക്ഷേ അതോടൊപ്പം താലിബാന്റെ ഹ്യൂമൻ റൈറ്റ്സ് റെക്കോർഡ് ഇപ്പോഴും വലിയ ഇന്റർനാഷണൽ കൺസേൺ ആണ്. അതുകൊണ്ട് ഈ ഒരു സംഭവം ഇന്ത്യ താലിബാനുമായി കൈകോർത്തു എന്ന ഒരു ഹെഡ്ലൈനിൽ ഒതുക്കാൻ കഴിയില്ല. യഥാർത്ഥ സംഭവം അതിനേക്കാൾ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇത് ഫ്രണ്ട്ഷിപ്പ് അല്ല, ഇത് റിയൽ പൊളിറ്റിക് ആണ്. ഇന്ത്യ പറയുന്നത് നമുക്ക് താലിബാന്റെ ഐഡിയോളജി അംഗീകരിക്കേണ്ടതില്ല, പക്ഷേ അഫ്ഗാനിസ്ഥാനെ കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയില്ല. ഇനി താലിബാൻ പറയുന്നത് പാകിസ്ഥാനെ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകാനാകില്ല, ഇന്ത്യയെ പോലെയുള്ള റീജിയണൽ പവറിനൊപ്പം റിലേഷൻഷിപ്പ് വേണം. പാകിസ്ഥാൻ നേരിടുന്നത് ഒരിക്കൽ സ്ട്രാറ്റജിക് ഡെപ്ത് ആയിട്ട് കരുതിയിരുന്ന അഫ്ഗാനിസ്ഥാനെ തന്നെ ഇന്നൊരു സെക്യൂരിറ്റി ചലഞ്ച് ആയിട്ട് മാറുന്നൊരു കാഴ്ചയാണ്. അതാണ് സൗത്ത് ഏഷ്യയിലെ വലിയ വിരോധാഭാസം എന്ന് പറയുന്നത്. 2021 കാബൂൾ പിടിച്ചെടുത്ത താലിബാൻ 2026 സ്വന്തം നിലനിൽപ്പിനായിട്ട് ആഗോള ശക്തികൾക്കിടയിൽ നയതന്ത്ര സമവാക്യങ്ങൾ കണ്ടെത്താൻ പാടുപെടുകയാണ്. ഇന്ത്യ അതേസമയം ഐഡിയോളജിയേക്കാൾ ഇൻട്രസ്റ്റിനെ മുൻനിർത്തി മുന്നോട്ട് പോവുകയാണ്. അതിനാൽ അടുത്ത 5 വർഷത്തിൽ ഏറ്റവും നിർണായകമായ ചോദ്യം താലിബാൻ ഇന്ത്യയുടെ സുഹൃത്താകുമോ എന്നല്ല, കാബൂൾ ആരുടെയും സാറ്റലൈറ്റ് ആകാതെ സ്വന്തം ഇൻട്രസ്റ്റ് അനുസരിച്ച് ഇന്ത്യ, പാകിസ്ഥാൻ, ചൈന, ഇറാൻ, റഷ്യ, സെൻട്രൽ ഏഷ്യ എന്നിവർക്കിടയിൽ എങ്ങനെ ബാലൻസ് ചെയ്യുമെന്നതാണ്. കാരണം അഫ്ഗാനിസ്ഥാന്റെ ഭാവി മാത്രമല്ല, സൗത്ത് ഏഷ്യയുടെ അടുത്ത പവർ ഇക്വേഷൻ കൂടി തീരുമാനിക്കുന്നത് കാബൂൾ ആയിരിക്കാം. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ താലിബാൻ ഭരണത്തിന്റെ ഈ 5ാം വാർഷികത്തിൽ എത്തി നിൽക്കുമ്പോൾ ദക്ഷിണേഷ്യൻ രാഷ്ട്രീയത്തിന്റെ ചിത്രം പൂർണ്ണമായി മാറിയിരിക്കുന്നു. പഴയ സുഹൃത്തായ പാകിസ്ഥാൻ ഇന്ന് അഫ്ഗാനിസ്ഥാന്റെ ശത്രുപക്ഷത്താണ്. മറുഭാഗത്ത് ആശയപരമായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷയും സാമ്പത്തിക താൽപര്യങ്ങളും മുൻനിർത്തി ഇന്ത്യയുമായി തന്ത്രപ്രധാന സഹകരണത്തിന് താലിബാൻ തയ്യാറാകുന്നു. ഇതാണ് പ്രാഗ്മാറ്റിക് ഡിപ്ലോമസി അഥവാ പ്രായോഗിക നയതന്ത്രം. വരും വർഷങ്ങളിൽ ഈ സമവാക്യങ്ങൾ പശ്ചിമേഷ്യൻ ദക്ഷിണേഷ്യൻ പവർ ബാലൻസ് എങ്ങനെ മാറ്റിമറിക്കും എന്നത് വളരെ നിർണായകമാണ്. മലയാളികൾക്ക് ഓണം കേവലം ഒരു ഉത്സവമല്ല, അതൊരു വികാരമാണ്. ഒരു കാലത്ത് പുതിയ ഓണക്കോടിയും ഗൾഫിലെ വിശേഷങ്ങളുമായി നാട്ടിലേക്ക് വിമാനം കയറുന്ന പ്രവാസികൾ കേരളത്തിന്റെ ഉത്സവ കാഴ്ചകളുടെ അവിഭാജ്യ ഘടകമായിരുന്നു. ഓണസദ്യയുണ്ട്, കുടുംബത്തോടൊപ്പം കൂട്ടായ്മകളുടെ സന്തോഷങ്ങൾ പങ്കുവെച്ച് അവധിക്കാലം പൂർണ്ണമായി ആസ്വദിച്ച ശേഷമേ അവർ മടക്കയാത്രയെക്കുറിച്ച് ചിന്തിച്ചിരുന്നുള്ളൂ. വിദേശത്ത് ജനിച്ചു വളരുന്ന പുതിയ തലമുറയ്ക്ക് കേരളത്തിന്റെ തനതായ സംസ്കാരവും പാരമ്പര്യവും പകർന്നു നൽകാൻ പ്രവാസി മാതാപിതാക്കൾ കണ്ടെത്തിയിരുന്ന ഏറ്റവും മികച്ച അവസരമായിരുന്നു ഓണക്കാലത്തെ നാട്ടിലേക്കുള്ള യാത്രകൾ. എന്നാൽ ഇന്ന് കാലം മാറി. നാട്ടിലെ ഓണാഘോഷങ്ങൾ ഒഴിവാക്കുന്ന പ്രവാസികളുടെ എണ്ണം ദിനംപ്രതി വർദ്ധിക്കുകയാണ്. ഇതിന് പിന്നിലെ വില്ലൻ മറ്റാരുമല്ല, തൊട്ടാൽ കൈപൊള്ളുന്ന സാധാരണക്കാരന്റെ കുടുംബ ബജറ്റ് താളം തെറ്റിക്കുന്ന വിമാന ടിക്കറ്റ് നിരക്കുകൾ തന്നെയാണ്. ഒരു വർഷത്തെ മുഴുവൻ സമ്പാദ്യവും സ്വപ്നങ്ങളും നാട്ടിലെത്തിക്കാൻ കൊതിക്കുന്ന പ്രവാസിക്ക് മുന്നിൽ നിരക്ക് വർധനവിലൂടെ വലിയൊരു മതിൽ തീർക്കുകയാണ് വ്യോമയാന കമ്പനികൾ. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങൾ ഗൾഫ് മലയാളികളെ സംബന്ധിച്ച് എക്കാലത്തും ഇരട്ടി തിരക്കുള്ള സമയമാണ്. UAE ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിലെ സ്കൂളുകളുടെ വേനലവധി തീർന്ന് പുതിയ അധ്യയന വർഷം തുടങ്ങുന്നതും നമ്മുടെ ഓണവും ഒരേ സമയത്താണ് വന്നെത്തുന്നത്. ഈ വർഷത്തെ വലിയ പെരുന്നാൾ നേരത്തെ കഴിഞ്ഞതിനാൽ വിമാന കമ്പനികളുടെ മുഴുവൻ ശ്രദ്ധയും ഇപ്പോൾ വേനലവധിയും ഓണവും ലക്ഷ്യമാക്കി നാട്ടിലെത്തിയവരിലാണ്. നാട്ടിലെത്താൻ മുടക്കിയ തുകയേക്കാൾ 10 മടങ്ങ് അധികം ചെലവാക്കുന്ന തരത്തിലാണ് ഗൾഫിലേക്കുള്ള മടക്ക ടിക്കറ്റുകളുടെ നിരക്ക് വിമാന കമ്പനികൾ നിശ്ചയിച്ചിരിക്കുന്നത്. ഡൈനാമിക് പ്രൈസിംഗ് എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന ഈ പകൽക്കൊള്ളയ്ക്ക് പിന്നിൽ കൃത്യമായ അൽഗോരിതങ്ങളുണ്ട്. യാത്രക്കാർ നിരന്തരം ടിക്കറ്റ് തിരയുമ്പോൾ തന്നെ ഡിമാൻഡ് മനസ്സിലാക്കി കൃത്രിമമായ വിലക്കയറ്റം സൃഷ്ടിക്കുകയാണ് കമ്പനികൾ ചെയ്യുന്നത്. സാധാരണഗതിയിൽ 8,000 മുതൽ 15,000 രൂപ വരെ മാത്രം വിലയുണ്ടായിരുന്ന വൺ വേ ഇക്കോണമി ക്ലാസ് ടിക്കറ്റുകൾക്ക് ഇപ്പോൾ 50,000 മുതൽ 1.5 ലക്ഷം രൂപ വരെയാണ് ഈടാക്കുന്നത്. കൊച്ചിയിൽ നിന്ന് ഷാർജയിലേക്കും തിരുവനന്തപുരത്ത് നിന്ന് ബഹ്റിനിലേക്കുമുള്ള പല സർവീസുകളിലും സാധാരണക്കാരന് ചിന്തിക്കാൻ പോലും കഴിയാത്ത തുകയാണ് ബുക്കിംഗ് പോർട്ടലുകളിൽ തെളിയുന്നത്. ചെലവ് കുറയ്ക്കാൻ പ്രവാസികൾ കണ്ടെത്തുന്ന മറ്റു ചില വഴികളും ഇത്തവണ വ്യാപകമായി കാണാം. യാത്രാ തീയതി മാറ്റുക എന്നതാണ് പ്രധാന പോംവഴി. അതുകൊണ്ടാണ് ഓണത്തിന് മുൻപേ പലരും മടങ്ങാൻ നിർബന്ധിതരാകുന്നത്. ലക്ഷ്യസ്ഥാനത്തോട് ചേർന്ന മറ്റൊരു വിമാനത്താവളം
വിമാനത്താവളം പരിഗണിക്കുന്നവരുമുണ്ട്. നേരിട്ടുള്ള വിമാനങ്ങളെ ആശ്രയിക്കാതെ മുംബൈ, ഡൽഹി തുടങ്ങിയ നഗരങ്ങൾ വഴിയുള്ള കണക്റ്റിംഗ് വിമാനങ്ങൾ തിരയുന്നവരും ഏറെയാണ്. ബംഗളൂരുവിൽ നിന്നോ ചെന്നൈയിൽ നിന്നോ ഗൾഫിലേക്കുള്ള നിരക്കിനേക്കാൾ വലിയ ചൂഷണമാണ് കേരളത്തിലെ വിമാനത്താവളങ്ങളിൽ നടക്കുന്നത്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഗൾഫിലേക്ക് 30 മുതൽ 40% കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റ് ലഭിക്കുമ്പോഴാണ് പ്രവാസികൾ തിങ്ങിപ്പാർക്കുന്ന കേരളത്തിൽ ഈ നിരക്ക് വർധനവ് നടപ്പിലാക്കുന്നത്. തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ, കർണാടകയിലെ മംഗളൂരു വിമാനത്താവളങ്ങളെ ആശ്രയിച്ച് യാത്ര തിരിക്കുന്ന മലയാളികളുടെ എണ്ണവും അതുകൊണ്ട് തന്നെ കൂടുതലാണ്. എങ്ങനെയെങ്കിലും കുട്ടികളുടെ ക്ലാസുകൾ നഷ്ടപ്പെടുന്നതിന് മുമ്പ് ഗൾഫിൽ തിരിച്ചെത്തുക, ജോലി നിലനിർത്തുക എന്നത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം. ഭീമമായ യാത്രാ ചെലവ് താങ്ങാൻ കഴിയാതെ ഇത്തവണത്തെ നാട്ടിലേക്കുള്ള യാത്ര തന്നെ ഉപേക്ഷിച്ച് UAEയിലെ ഫ്ളാറ്റുകളിൽ അവധിക്കാലം ചെലവഴിക്കാൻ നിർബന്ധിതരായ ഒട്ടേറെ കുടുംബങ്ങളുണ്ട്. സീസണുകൾ നോക്കിയുള്ള ഈ കൊള്ളയ്ക്ക് അറുതി വരുത്തണമെന്ന പ്രവാസികളുടെ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഇന്ത്യൻ ഏവിയേഷൻ നിയമത്തിലെ റൂൾ 135 പ്രകാരം ടിക്കറ്റ് നിരക്ക് നിശ്ചയിക്കാനുള്ള പൂർണ്ണ അധികാരം വിമാന കമ്പനികൾക്കാണ്. ഇത് ചൂണ്ടിക്കാട്ടിയാണ് പലപ്പോഴും വ്യോമയാന മന്ത്രാലയം ഈ കൊള്ളയെ ന്യായീകരിക്കുന്നത്. ആഭ്യന്തര വിമാന സർവീസുകൾക്ക് അടിസ്ഥാന നിരക്കും ഉയർന്ന നിരക്കും നിശ്ചയിക്കുന്ന സർക്കാരുകൾ അന്താരാഷ്ട്ര സർവീസുകളുടെ കാര്യത്തിൽ വിമാന കമ്പനികൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിരിക്കുകയാണ്. കേരള പ്രവാസി അസോസിയേഷൻ ഉൾപ്പെടെയുള്ള സംഘടനകൾ ഈ വിഷയത്തിൽ സുപ്രീം കോടതിയെയും ഹൈക്കോടതിയെയും സമീപിച്ചിരുന്നു. വിപണിയിലെ കുത്തകവൽക്കരണം ഉപയോഗിച്ച് ടിക്കറ്റ് നിരക്ക് കുത്തനെ ഉയർത്തുന്ന വിമാന കമ്പനികളുടെ നടപടികൾക്കെതിരെ ഹൈക്കോടതിക്ക് നേരിട്ട് ഇടപെടാൻ പരിമിതികളുണ്ടെന്നും ഈ സാമ്പത്തിക ചൂഷണത്തിനെതിരെ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയെ സമീപിക്കാനുമാണ് കോടതി നിർദ്ദേശിച്ചത്. നിയമ പോരാട്ടങ്ങൾ ഒരു വഴിക്ക് നടക്കുമ്പോഴും രാഷ്ട്രീയ തലത്തിൽ യാതൊരുവിധ ക്രിയാത്മക ഇടപെടലുകളും ഉണ്ടാകുന്നില്ലെന്നതാണ് പ്രവാസികളുടെ പ്രധാന പരാതി. വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കി തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം പ്രവാസികളെ ചേർത്ത് പിടിക്കുന്ന ജനപ്രതിനിധികൾ വിമാനത്താവളങ്ങളിലെ ഈ പകൽക്കൊള്ള കണ്ടില്ലെന്ന് നടിക്കുകയാണ്. ഒരു കാലത്ത് ഗൾഫ് ജീവിതം എന്നാൽ നാട്ടിലെ കടങ്ങൾ തീർക്കാനും കുടുംബത്തെ കരകയറ്റാനും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താനുമുള്ള ഒരു പ്രധാന ഉപാധിയായിരുന്നു. കേരളത്തിന്റെ സാമ്പത്തിക രംഗം തന്നെ നിലനിൽക്കുന്നത് ഈ പ്രവാസികളുടെ വിയർപ്പിലാണ്. എന്നാൽ ഇന്ന് ഗൾഫിൽ സമ്പാദിക്കുന്നതിന്റെ വലിയൊരു ഭാഗം വിമാന കമ്പനികൾക്ക് ടിക്കറ്റ് ഇനത്തിൽ നൽകേണ്ട ഗതികേടിലാണ് ഈ സമൂഹം. സ്വന്തം നാട്ടിൽ സ്വന്തം വീട്ടിലെ ഓണത്തിന് കൂടാൻ കഴിയാത്ത വിമാന നിരക്കുകളുടെ സ്ക്രീനിലേക്ക് നോക്കി നെടുവീർപ്പെടുന്ന ഓരോ പ്രവാസിയും നമ്മുടെ ഭരണകൂട സംവിധാനങ്ങളുടെ പരാജയമാണ് വിളിച്ചോതുന്നത്. ഓണസദ്യയുടെ വിഭവങ്ങൾ പലതുണ്ടെങ്കിലും ഇത്തവണത്തെ പ്രവാസിയുടെ ഓണക്കണക്കിലെ ഏറ്റവും വലിയ ഇനം ഈ വിമാന ടിക്കറ്റാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായി ഇടപെടുകയും ഉത്സവ സീസണുകളിൽ വിമാന നിരക്കുകൾക്ക് ഗാസയിൽ ഓരോ രാത്രിയും 30 മുതൽ 40 പേരെ വരെ കൊന്നു കളയണം. ഇത് ഏതെങ്കിലും ഒരു അനോണിമസ് സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ വന്ന വാക്കുകളോ പോസ്റ്റോ അല്ല. ഇത് ഇസ്രായേലിന്റെ നാഷണൽ സെക്യൂരിറ്റി മിനിസ്റ്റർ ഇറ്റമർ ബെൻഗ്വിർ, പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിന്റെ കോവാലിഷനിലെ ഏറ്റവും ശക്തനായ തീവ്ര വലതുപക്ഷ നേതാക്കളിൽ ഒരാൾ പബ്ലിക്കായിട്ട് പറഞ്ഞ വാക്കുകളാണ്. അതിലും ഞെട്ടിക്കുന്ന കാര്യം, ഈ പറഞ്ഞ 30 മുതൽ 40 പേർ ഈ മനുഷ്യർ ഒരു ഭീഷണിയാണോ അല്ലയോ എന്നതൊന്നും നോക്കേണ്ടതില്ല എന്ന നിലപാടും അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതായത് ടാർഗറ്റഡ് മിലിറ്ററി ആക്ഷൻ എന്ന വാദത്തിൽ നിന്ന് മാറി ഒരു കില്ലിംഗ് ടാർഗറ്റ് പോലെയുള്ള ആശയമാണ് ഒരു സിറ്റിംഗ് ഇസ്രായേലി മിനിസ്റ്റർ പബ്ലിക്കായിട്ട് പറയുന്നത്. എന്നിട്ടും ഇവിടെയും കഥ തീരുന്നില്ല. അതേ ഇന്റർവ്യൂവിൽ ഗാസയിൽ നിന്ന് പലസ്തീനുകളുടെ മാസ് എമിഗ്രേഷൻ പ്രോത്സാഹിപ്പിക്കണമെന്നും ഗാസ മുഴുവൻ ഇസ്രായേലി സെറ്റിൽമെന്റിനായിട്ട് തുറന്നു നൽകണമെന്നുമുള്ള നിലപാട് ബെൻഗ്വിർ ആവർത്തിച്ചു. വലിയ വിരോധാഭാസം ഇനിയാണ്. ഇതിനിടയിലാണ് അമേരിക്ക ഗാസ പീസ് പ്ലാനുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇതിനായിട്ട് ഹമാസ് നേതാക്കളുമായിട്ട് നേരിട്ട് സംസാരിക്കുന്നുണ്ട്. ജെറഡ് കുഷ്ണർ കെയ്റോയിൽ ഹമാസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി ഹമാസ് പ്ലാനിന്റെ അടിസ്ഥാന ആശയങ്ങളിൽ മുന്നോട്ട് പോകാൻ തയ്യാറാണ് എന്ന സൂചന നൽകുന്നുണ്ട്. പക്ഷേ നെതന്യാഹു ഇപ്പോഴും ഹമാസ് പൂർണ്ണമായി ഡിസാം ചെയ്യുന്നതിന് മുമ്പ് ഇസ്രായേലി വിഡ്രോവൽ ഉണ്ടാകരുത് എന്നാണ് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഒരു വശത്ത് പീസ് പ്ലാൻ, മറുവശത്ത് സീസ് ഫയർ പുഷ്. അതേസമയം ഇസ്രായേലി ഗവൺമെന്റിലെ ഒരു പ്രധാന മന്ത്രി പറയുന്നത് ഓരോ രാത്രിയും 30 മുതൽ 40 പേരെ വരെ കൊല്ലണം. ഇത് ശരിക്കും ഒരു കോൺട്രവേഴ്സ്യൽ സ്റ്റേറ്റ്മെന്റ് ആണോ? എന്താണ് ബെൻഗ്വിർ യഥാർത്ഥത്തിൽ പറഞ്ഞത്? ഇസ്രായേലിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും അന്താരാഷ്ട്ര നിയമവേദികളിലും ഈ പ്രസ്താവന ഉണ്ടാക്കാൻ പോകുന്ന ആഘാതം എന്താണ്? വിശദമായിട്ട് പരിശോധിക്കാം. അന്താരാഷ്ട്ര സമൂഹത്തെയും മനുഷ്യാവകാശ പ്രവർത്തകരെയും ഒരുപോലെ ഞെട്ടിച്ചുകൊണ്ട് ഇസ്രായേലിൽ നിന്ന് വീണ്ടും അതിരൂക്ഷമായ ഒരു പ്രകോപനപരമായ പ്രസ്താവന വന്നിരിക്കുകയാണ്. സംഭവത്തിന്റെ വിശദാംശങ്ങളിലേക്ക് കടന്നാൽ, മുൻപ് ഗാസയിൽ ബന്ദിയാക്കപ്പെടുകയും പിന്നീട് മോചിതനാവുകയും ചെയ്ത റോം ബ്രാസ്ലാസ്കി നടത്തുന്ന ഒക്ടോബർ 8 എന്ന പോഡ്കാസ്റ്റിലാണ് ഈ വിദ്വേഷ പ്രസംഗം ഉയർന്നു വന്നത്. ഗസയ്ക്ക് മേലുള്ള വ്യോമാക്രമണങ്ങളുടെ അളവ് ഇസ്രായേൽ സൈന്യം കുറച്ചതിനെ ശക്തമായിട്ട് വിമർശിച്ചുകൊണ്ട് ബെൻഗ്വിർ പറഞ്ഞ വാക്കുകളാണ് ഇവ. താൻ പ്രധാനമന്ത്രി നെതന്യാഹുവുമായി വിയോജിപ്പിലാണ്. ഗാസയിൽ ഉടൻ ഭീഷണി ഉയർത്തുന്നവരെ മാത്രമല്ല അല്ലാത്തവരെയും എല്ലാവരെയും ലക്ഷ്യമിട്ട് ടാർഗറ്റഡ് ആക്രമണങ്ങൾ നടത്തണം. ദിവസവും രാത്രികളിൽ 30 മുതൽ 40 പേര് വരെ ആളുകളെ വധിക്കണം.
അവർ ജീവിക്കാൻ യോഗ്യരല്ല എന്നും അവർ മനുഷ്യരല്ല എന്നും ബെൻഗുർ പരസ്യമായിട്ട് അധിക്ഷേപിച്ചു. ഇതിനു പുറമെ പലസ്തീൻ തടവുകാരെ തൂക്കിലേറ്റാൻ തനിക്ക് ആഗ്രഹമുണ്ടെന്നും അവർക്ക് നൽകുന്ന ഭക്ഷണത്തിന്റെ അളവ് കുറച്ചതിൽ താൻ സന്തോഷിക്കുന്നുവെന്നും ബെൻഗുർ പറയുന്നുണ്ട്. ബെൻഗുറിന്റെ പ്രസ്താവന കൊലപാതക ആഹ്വാനത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. ഗാസയുടെ ഭാവിയെക്കുറിച്ചുള്ള ഇസ്രായേലിലെ തീവ്ര വലതുപക്ഷത്തിന്റെ തന്ത്രങ്ങളും അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട്. മാസ് എമിഗ്രേഷൻ ആണ് ഒന്ന്. ഗാസയിലെ പലസ്തീനികളെ മുഴുവൻ അവിടെ നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് നിർബന്ധിതമായി നാട് കടത്തണമെന്നും ഗാസയെ പൂർണ്ണമായിട്ട് ഇസ്രായേൽ ഭൂപ്രദേശമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു. 2 തീവ്ര കുടിയേറ്റം. 2005 ഇസ്രായേൽ ഒഴിപ്പിച്ച ഗുഷ് കാത്തിഫ് സെറ്റിൽമെന്റുകൾ പുനഃസ്ഥാപിക്കുക മാത്രമല്ല, ഗാസയിലുടനീളം പുതിയ ഇസ്രായേലി കോളനികൾ കെട്ടിപ്പടുക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. അന്താരാഷ്ട്ര നിയമ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ഇത്തരം പ്രസ്താവനകൾ കൃത്യമായി വംശീയ നിർമ്മാർജ്ജനം അല്ലെങ്കിൽ അന്താരാഷ്ട്ര കുറ്റകൃത്യങ്ങളുടെ പരിധിയിൽ വരുന്ന ഒന്നാണ് എന്നാണ്. എന്തുകൊണ്ടാണ് ബെൻഗുർ ഇപ്പോൾ ഇത്തരം ഒരു പരാമർശം നടത്തിയത്? ഇതിന് 2 പ്രധാന കാര്യങ്ങളുണ്ട്. ഒന്ന്, ആഭ്യന്തര രാഷ്ട്രീയം എന്ന് പറയാം. ഇസ്രായേലിൽ 2026 ഒക്ടോബർ 27 തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. അതിതീവ്ര വലതുപക്ഷ വോട്ടുകൾ സമാഹരിക്കാൻ ബെൻഗുർ നടത്തുന്ന ശ്രമമാണിത്. സൈന്യത്തിന്മേൽ നേരിട്ട് ബെൻഗുറിന് അധികാരമില്ല എങ്കിലും പോലീസും ജയിൽ സംവിധാനങ്ങളും അദ്ദേഹത്തിന്റെ കീഴിലാണ്. 2, യുഎസിന്റെ ട്രംപ് ഭരണകൂടവുമായിട്ടുള്ള ഭിന്നത ആണ്. അതായത് ഗാസയിൽ താൽക്കാലിക വെടിനിർത്തലിനും സമാധാന കരാറിനുമായി ട്രംപ് ഭരണകൂടം നൽകുന്ന സമ്മർദ്ദത്തെ തുടർന്ന് ആക്രമണങ്ങളുടെ തീവ്രത കുറയ്ക്കാൻ ഇസ്രായേൽ മിലിറ്ററി ചീഫ് തീരുമാനിച്ചിരുന്നു. ഇതിനെതിരെയുള്ള തീവ്ര വലതുപക്ഷത്തിന്റെ പരസ്യ പ്രതിഷേധമാണ് ഈ ഒരു പ്രസ്താവന. അതേസമയം ഹേഗിലെ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ ഇസ്രായേലിനെതിരെ നടക്കുന്ന ജനോസൈഡ് വംശഹത്യാ കേസ് ബെൻഗുറിന്റെ ഈ പുതിയ വാക്കുകൾ ഇസ്രായേലിന് വൻ തിരിച്ചടിയാകും. മുൻപ് ഇസ്രായേലി നേതാക്കൾ നടത്തിയ പ്രസ്താവനകൾ വംശഹത്യാപരമായ ഉദ്ദേശത്തിന് തെളിവായി കോടതിയിൽ ഹാജരാക്കിയിരുന്നു. അപ്പോൾ ഒരു വശത്ത് ലോകശക്തികൾ സമാധാന ശ്രമങ്ങളുമായി മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോഴാണ് ഭരണകൂടത്തിനുള്ളിൽ തന്നെ നിന്ന് മനുഷ്യത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ഇത്തരം കൊലവിളികൾ ഉയരുന്നത്. അവർ മനുഷ്യരല്ല എന്ന രീതിയിലുള്ള മനുഷ്യത്വരഹിതമായ ഭാഷ പ്രയോഗിക്കുന്നത് ഒരു ആഗോള ജനാധിപത്യ രാജ്യത്തിന് ചേർന്നതല്ലെന്നാണ് അന്താരാഷ്ട്ര സമൂഹം വിലയിരുത്തുന്നത്. ബെൻഗുറിന്റെ ഈ വാദങ്ങൾ ഇസ്രായേൽ സർക്കാരിനെ ആഗോളതലത്തിൽ കൂടുതൽ ഒറ്റപ്പെടുത്തുമോ എന്നത് വരും ദിവസങ്ങളിൽ കണ്ടറിയണം. നമ്മൾ ഓർക്കേണ്ടത് ഒരു കാര്യം മാത്രമാണ്. ഗാസ എന്നത് മാപ്പിൽ കാണുന്ന ചെറിയൊരു പ്രദേശമല്ല. അവിടെ ഓരോ ദിവസവും ജീവിക്കാൻ ആഗ്രഹിക്കുന്ന, ശ്രമിക്കുന്ന മനുഷ്യരുണ്ട്. ഒരു കുഞ്ഞിന്റെ ശബ്ദം, ഒരു അമ്മയുടെ പേടി, ഒരു അച്ഛന്റെ പ്രതീക്ഷ, നാളെ വീണ്ടും സ്കൂളിൽ പോകാമെന്ന ഒരു കുട്ടിയുടെ ചെറിയ സ്വപ്നം. രാഷ്ട്രീയ നേതാക്കൾക്ക് ഇത് വെറും അക്കങ്ങളാകാം. 30 പേർ, 40 പേർ, 100 പേർ എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഒരു കുടുംബത്തിന് അതൊരു മനുഷ്യന്റെ നഷ്ടമാണ്. ഒരു വീട്ടിലെ അച്ഛൻ ഇല്ലാതാകുന്നത്, അല്ലെങ്കിൽ ഒരു അമ്മയുടെ മകൻ തിരിച്ചു വരാത്തത്, ഒരു കുട്ടിക്ക് ഇനി ഒരിക്കലും അച്ഛനെ വിളിക്കാൻ കഴിയാത്തത്, ഇതൊക്കെയാണ്. അതുകൊണ്ട് ഗാസയിലെ യഥാർത്ഥ വിജയം ആരാണ് കൂടുതൽ ആക്രമണം നടത്തിയത് എന്നതിലല്ല, മറിച്ച് ഒരിക്കലെങ്കിലും ഒരു കുഞ്ഞിന് പേടിയില്ലാതെ ഉറങ്ങാൻ കഴിയുന്ന ഒരു രാത്രി ഉണ്ടാകുമോ എന്നതിലാണ്. സമാധാനം എന്ന വാക്ക് രാഷ്ട്രീയ നേതാക്കളുടെ നെഗോസിയേഷൻ ടേബിൾ മാത്രം ഉണ്ടാകേണ്ടതല്ല. സമാധാനം അത് ഗാസയിലെ ഓരോ സാധാരണ മനുഷ്യന്റെ ജീവിതത്തിലും എത്തണം. പാകിസ്ഥാന്റെ സ്ട്രാറ്റജിക് ഗെയിം ഇതുവരെ നമ്മൾ കൂടുതലായി കണ്ടത് സൗത്ത് ഏഷ്യയിലാണ്. ഇന്ത്യ ബോർഡർ, അഫ്ഗാനിസ്ഥാൻ, ചൈന, ഗൾഫ്. പക്ഷെ ഇപ്പോൾ പാകിസ്ഥാൻ ഒരു പുതിയ ദിശയിലേക്ക്, ഒരു ഡയറക്ഷനിലേക്ക് നീങ്ങുകയാണ്. ആഫ്രിക്ക. അതും സാധാരണ ആഫ്രിക്കയല്ല, ലോകത്തിലെ ഏറ്റവും നിർണായകമായ മാരിടൈം ചോക്ക് പോയിന്റ്സിൽ ഒന്നായ ബാബൽ മന്ദബിന്റെ തൊട്ടടുത്തുള്ള സൊമാലിയയിലേക്ക്. ഒരു വശത്ത് റെഡ് സീ, മറുവശത്ത് ഗൾഫ് ഓഫ് ഏഡൻ, അതിനപ്പുറം ഇന്ത്യൻ ഓഷ്യൻ, അതിനിടയിൽ അൽ ഷബാബ് പോലുള്ള ടെററിസ്റ്റ് ഗ്രൂപ്പ്സ്. അതേസമയം സൊമാലിലാൻഡിനെ ചുറ്റിപ്പറ്റിയുള്ള പുതിയ ജിയോ പൊളിറ്റിക്കൽ ക്രൈസിസ്. ഇതിന്റെ നടുവിലാണ് പാകിസ്ഥാൻ സൊമാലിയുമായിട്ട് ഡിഫൻസ് കോഓപ്പറേഷൻ ശക്തമാക്കുന്നത്. JF-17 ഫൈറ്റർ ജെറ്റ്സ് വാങ്ങാനുള്ള നീക്കങ്ങൾ, മിലിറ്ററി ട്രെയിനിങ്, കൗണ്ടർ ടെററിസം കോഓപ്പറേഷൻ, സെക്യൂരിറ്റി അസിസ്റ്റൻസ്, ഇപ്പോൾ അതിന് പിന്നാലെ നേരിട്ടുള്ള ഡിഫൻസ് പാക്റ്റും. അപ്പോൾ ചോദ്യം വളരെ സിമ്പിൾ ആണ്. പാകിസ്ഥാൻ എന്തിനാണ് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ സൊമാലിയയിൽ ഇത്ര വലിയ സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റ് കാണിക്കുന്നത്? ഇത് വെറും ഫൈറ്റർ ജെറ്റ് ബിസിനസ് ആണോ, അതോ പാകിസ്ഥാൻ ആഫ്രിക്കയിൽ ഒരു പുതിയ സൈനിക നീക്കം നടത്തുകയാണോ? എന്തുകൊണ്ടാണ് സൊമാലിയ പാകിസ്ഥാന്റെ പുതിയ സ്ട്രാറ്റജിക് ഫ്രണ്ടിയർ ആയിട്ട് മാറുന്നത്? പരിശോധിക്കാം. നമുക്ക് ആദ്യം ജിയോഗ്രഫി ഒന്ന് പരിശോധിക്കാം. ആഫ്രിക്കൻ വൻകരയുടെ കിഴക്കേ അറ്റത്തുള്ള രാജ്യമാണ് സൊമാലിയ. ഗൾഫ് ഓഫ് ഏഡൻ, റെഡ് സീ, ബാബൽ മണ്ടബ് സ്ട്രേറ്റ് എന്നിവയുടെ തൊട്ടടുത്താണ് ഇതിന്റെ കിടപ്പ്. റെഡ് സീയിൽ നിന്ന് ഇന്ത്യൻ ഓഷ്യനിലേക്കുള്ള ഗേറ്റ് വേ ആണിത്. ലോകത്തിലെ എണ്ണ വ്യാപാരത്തിന്റെ 30% ഇന്ത്യയുടെ കയറ്റുമതിയുടെ 50% കടന്നു പോകുന്നത് ഈ ബാബൽ മന്ദബ് കടലിടുക്ക് വഴിയാണ്. പാകിസ്ഥാന് ഏറെ കാലമായിട്ട് അറേബ്യൻ കടലിൽ ഇന്ത്യയുടെ ശക്തമായ നാവികസേനാ സാന്നിധ്യത്തെ ഭയമുണ്ട്. അപ്പോൾ ഇന്ത്യയെ നേരിടണമെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ മറുഭാഗത്ത്, അതായത് വെസ്റ്റ് ഏഷ്യയിലും ആഫ്രിക്കയിലും വാതിലായ സൊമാലിയയിൽ സാന്നിധ്യം ഉറപ്പിക്കണം. ഇതാണ് പാകിസ്ഥാന്റെ പ്ലാൻ.
ഇതൊരു വെറും നിഗമനം മാത്രമല്ല. 2026 ഓഗസ്റ്റ് ആദ്യവാരം സൊമാലിയൻ പ്രതിരോധ മന്ത്രി അഹമ്മദ് മാലിൻ ഫിഖി ഇസ്ലാമാബാദിലെത്തി പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫുമായിട്ട് സൈനിക കരാറിൽ ഒപ്പുവെച്ചിരുന്നു. ഈ കരാർ പ്രകാരം സൊമാലിയൻ സൈന്യത്തിന് പാകിസ്ഥാൻ മിലിറ്ററി ട്രെയിനിങ് നൽകും. 2 കൗണ്ടർ ടെററിസ്റ്റിനും മാരിടൈം സെക്യൂരിറ്റിക്കുമായിട്ട് ഇൻഫർമേഷൻ ഷെയർ ചെയ്യും. 3 പാകിസ്ഥാന്റെ JF-17 തണ്ടർ യുദ്ധവിമാനങ്ങൾ സൊമാലിയയ്ക്ക് വിൽക്കാൻ ചർച്ചകൾ നടക്കുന്നു. റിപ്പോർട്ടുകൾ പ്രകാരം 24 JF-17 തണ്ടർ ബ്ലോക്ക് 3 ഫൈറ്റർ ജെറ്റ്സ് വാങ്ങാൻ നീക്കം നടക്കുന്നുണ്ട്. ഇനി ഈ ഒരു പാക്കേജ് വാല്യൂ ഏകദേശം $900 മില്യൺ ആണ് എന്ന് കരുതപ്പെടുന്നു. ഈ ഡീൽ ഫൈനലൈസ് ചെയ്താൽ സൊമാലിയയുടെ 1991 സ്റ്റേറ്റ് കൊളാപ്സിന് ശേഷമുള്ള ഏറ്റവും വലിയ ഡിഫൻസ് എക്വിസിഷൻസിൽ ഒന്നായിരിക്കും. പക്ഷെ ഇതിലും വലിയൊരു കളിയുണ്ട്. ഇതിന് പിന്നിൽ തുർക്കിയും ചൈനയുമാണ്. അതായത് സൊമാലിയയിൽ ഇതിനകം തന്നെ തുർക്കിക്ക് ടോക്സോം എന്ന വലിയ സൈനിക താവളമുണ്ട്. തൊട്ടടുത്തുള്ള ജിബൂട്ടിയിൽ ചൈനയ്ക്ക് തങ്ങളുടെ ആദ്യ വിദേശ നാവികസേനാ താവളമുണ്ട്. തുർക്കിയുടെയും ചൈനയുടെയും തണലിൽ പാകിസ്ഥാൻ കൂടി സൊമാലിയയിലേക്ക് കടക്കുമ്പോൾ അറേബ്യൻ കടലിൽ ഒരു ആന്റി ഇന്ത്യ മാരിടൈം ആക്സസ് രൂപപ്പെടുകയാണ്. ഇനി ശ്രദ്ധിക്കേണ്ടത്, സൊമാലിയ കഴിഞ്ഞ 3 പതിറ്റാണ്ടിലേറെയായിട്ട് പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി, സിവിൽ കോൺഫ്ലിക്ട്, ടെററിസം എന്നിവയുമായിട്ട് പോരാടുകയാണ്. അതിൽ ഏറ്റവും വലിയ സെക്യൂരിറ്റി ത്രെറ്റ് ഇപ്പോഴും അൽ ഷബാബ് ആണ്. അൽ ഖ്വയ്ദയുമായി ബന്ധമുള്ള ഈ മിലിറ്റന്റ് ഗ്രൂപ്പ് സൊമാലിയയിൽ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. ഗവൺമെന്റ് ഫോഴ്സസിനെ ടാർഗറ്റ് ചെയ്യുന്നു, സെക്യൂരിറ്റി ഇൻസ്റ്റലേഷൻസ് ആക്രമിക്കുന്നു, സിവിലിയൻ പോപ്പുലേഷനിലും വലിയ ഭീഷണി സൃഷ്ടിക്കുന്നു. അതിനാൽ സൊമാലിയയ്ക്ക് ഒരു മോഡേൺ മിലിറ്ററി ബിൽട്ടപ്പ് ആവശ്യമുണ്ട്. എയർ പവർ വേണം, ഇന്റലിജൻസ് വേണം, സ്പെഷ്യൽ ഫോഴ്സസ് വേണം, ഡ്രോൺസ് വേണം, നേവൽ കേപ്പബിലിറ്റി വേണം, കോസ്റ്റൽ സർവേലൻസ് ശക്തമാക്കണം. ഇവിടെയാണ് ടർക്കി, US, UAE, ഖത്തർ, ഈജിപ്ത്, സൗദി തുടങ്ങിയ രാജ്യങ്ങളുടെ ആ ഒരു ഇൻവോൾവ്മെന്റ് വന്നത്. ഇപ്പോൾ പാകിസ്ഥാനും ഈ ഒരു ലിസ്റ്റിലേക്ക് ശക്തമായിട്ട് കടന്നു വരികയാണ്. ഇനി ഇത് ഇന്ത്യക്ക് എത്രത്തോളം ഭീഷണിയാണെന്ന് ചോദിക്കുമ്പോൾ അറേബ്യൻ കടലിൽ പൈറേറ്റ്സിനെതിരെയും ഹൂതി ആക്രമണങ്ങൾക്കെതിരെയും ശക്തമായിട്ട് പോരാടുന്നത് ഇന്ത്യൻ നാവികസേനയാണ്. പാകിസ്ഥാൻ നാവികസേന സൊമാലിയൻ തീരങ്ങളിൽ താവളം ഉറപ്പിച്ചാൽ ഇന്ത്യയുടെ എണ്ണ കപ്പലുകളെയും ചരക്ക് കപ്പലുകളെയും നിരീക്ഷിക്കാനും തടസ്സപ്പെടുത്താനും അവർക്ക് എളുപ്പമാകും. പക്ഷേ ഇന്ത്യ അടങ്ങിയിരിക്കുകയല്ല, ഒരിക്കലുമല്ല. ഒന്ന്, സൊമാലിലാൻഡ് കാർഡുണ്ട്. സൊമാലിയിൽ നിന്ന് വേർപെട്ട് നിൽക്കുന്ന സൊമാലിലാൻഡ് എന്ന പ്രദേശത്തെ തന്ത്രപ്രധാന ബെർബറ തുറമുഖവുമായി ഇന്ത്യ നയതന്ത്ര വ്യാപാര ബന്ധങ്ങൾ ശക്തമാക്കുന്നുണ്ട്. 2, കൗണ്ടർ പൈറസി മാസ്റ്ററിയാണ്. അതായത് ഇന്ത്യൻ നാവികസേന ആഫ്രിക്കൻ തീരങ്ങളിൽ കാണിക്കുന്ന കരുത്ത് ഇതിനകം തന്നെ ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. 3, ഇന്ത്യൻ ഓഷ്യൻ ആധിപത്യം. കടലിൽ ചൈന പാകിസ്ഥാൻ സഖ്യത്തിന്റെ നീക്കങ്ങളെ നേരിടാൻ ഇന്ത്യ തങ്ങളുടെ P-8 ടൈപ്പ് പൊസൈഡൻ വിമാനങ്ങളും അന്തർവാഹിനികളും വഴി മേഖലയിൽ കർശന നിരീക്ഷണം ഉറപ്പാക്കിയിട്ടുണ്ട്. ഒരു കാലത്ത് ലോകം സൊമാലിയയെ കുറിച്ച് സംസാരിക്കുന്നത് പൈറസി, ഫെമൈൻ, സിവിൽ വാർ, അൽ ഷബാബ് എന്നൊക്കെ ആയിരുന്നു. ഇന്ന് അതേ സൊമാലിയയുടെ കോസ്റ്റ് ലൈനിനെ ചുറ്റിപ്പറ്റി ടർക്കി, ചൈന, സൗദി അറേബ്യ, പാകിസ്ഥാൻ, UAE, ഇസ്രായേൽ, ഇന്ത്യ, അമേരിക്ക പല ശക്തികളും അവരുടേതായ സ്ട്രാറ്റജിക് കാൽക്കുലേഷൻസ് നടത്തുകയാണ്. കാരണം സൊമാലിയയുടെ യഥാർത്ഥ വാല്യൂ അതിന്റെ ഭൂമിയിൽ മാത്രമല്ല, അതിന്റെ ലൊക്കേഷനിലും കൂടിയാണ്. ഇപ്പോൾ പാകിസ്ഥാൻ അവിടെ ഫൈറ്റർ ജെറ്റ്സ് എത്തിക്കാൻ ശ്രമിക്കുന്നു. ടർക്കി മിലിറ്ററി ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യുന്നു. സൗദി അറേബ്യ ബ്രോഡർ സെക്യൂരിറ്റി നെറ്റ്വർക്കിലേക്ക് സൊമാലിയെ കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. ചൈന എൻഗേജ്മെന്റ് തുടരുന്നു. ഇന്ത്യൻ ഓഷ്യൻ സെക്യൂരിറ്റി ആംഗിളിൽ ശ്രദ്ധിക്കുന്നു. അതിനാൽ അടുത്ത വർഷങ്ങളിൽ സൊമാലിയയിൽ നടക്കുന്ന മാറ്റങ്ങൾ ആഫ്രിക്കയുടെ മാത്രം കഥ ആയിരിക്കില്ല. അത് റെഡ് സീ മുതൽ അറേബ്യൻ സീ വരെ നീളുന്ന ഒരു വലിയ പവർ ഗെയിം തന്നെ ആയിരിക്കും. ഒരു കാര്യം ഉറപ്പാണ്, പാകിസ്ഥാന്റെ സ്ട്രാറ്റജിക് മാപ്പ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ മാത്രം അവസാനിക്കുന്നില്ല, അത് സൊമാലിയ വരെ എത്തിക്കഴിഞ്ഞു. പക്ഷെ സൊമാലിയ പാകിസ്ഥാന്റെ പുതിയ ഫ്രണ്ടിയർ ആകുമോ, അല്ലെങ്കിൽ മറ്റൊരു വലിയ ജിയോ പൊളിറ്റിക്കൽ ട്രാപ്പ് ആകുമോ? അത് തീരുമാനിക്കുന്നത് ഫൈറ്റർ ജെറ്റ്സ് അല്ല, സൊമാലിയയുടെ സ്വന്തം സ്റ്റെബിലിറ്റി, അൽ ഷബാബിനെതിരായ പോരാട്ടം, റെഡ് സീയിലെ സെക്യൂരിറ്റി, പിന്നെ ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ലോങ് ടേം പവർ ബാലൻസ് ആയിരിക്കും. കരയിൽ അതിർത്തി തർക്കങ്ങൾ നടക്കുമ്പോൾ തന്നെ കടലിൽ ഇന്ത്യയെ തളയ്ക്കാൻ പാകിസ്ഥാൻ കണ്ടെത്തിയ പുതിയ അതിർത്തിയാണ് സൊമാലിയ. എന്നാൽ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ യഥാർത്ഥ സംരക്ഷകർ തങ്ങളാണ് എന്ന് തെളിയിച്ച ഇന്ത്യൻ നാവികസേനയ്ക്ക് മുന്നിൽ പാകിസ്ഥാന്റെ ഈ ആഫ്രിക്കൻ നീക്കം എത്രത്തോളം വിജയിക്കുമെന്നത് കണ്ടറിയണം. ചൈനയുടെ പണം കൊണ്ട് പാകിസ്ഥാൻ കളിക്കുന്ന ഈ തന്ത്രം ഇന്ത്യ കൃത്യമായി തന്നെ പൊളിക്കുമെന്നാണ് പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ വലിയ തർക്കങ്ങളും സുരക്ഷാ വെല്ലുവിളികളും സാമ്പത്തിക പ്രതിസന്ധികളും നിലനിൽക്കുന്നുണ്ട് എന്നത് ശരിയാണ്. എന്നാൽ എത്ര വലിയ ഇരുട്ടിന് ശേഷവും ഒരു പ്രകാശം ഉണ്ടാകുമല്ലോ. രാജ്യങ്ങൾക്കിടയിലുള്ള സൈനിക നീക്കങ്ങൾക്കപ്പുറം ചബഹാർ വഴിയുള്ള മാനവിക സഹായങ്ങൾ പോലെ മനുഷ്യത്വത്തിനും ആഗോള കൂട്ടായ്മകൾക്കും ഇന്നും മുൻഗണന ലഭിക്കുന്നുണ്ട്. എത്ര വലിയ സംഘർഷങ്ങൾ ഉണ്ടായാലും
നയതന്ത്ര ചർച്ചകളിലൂടെയും ജനങ്ങളുടെ ഒത്തൊരുമയിലൂടെയും സമാധാന അന്തരീക്ഷം തിരികെ വരുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് യുദ്ധങ്ങളല്ല, മറിച്ച് മനുഷ്യത്വവും സമാധാന ശ്രമങ്ങളുമാണ്. എപ്പോഴും വിജയിച്ചിട്ടുള്ളതും അവയാണ്. കൂടുതൽ നല്ല വാർത്തകൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഗുഡ് നൈറ്റ്.